രാമായണ മാസം, അതായത് കർക്കിടക മാസം. നമ്മൾ കർക്കിടകം തുടങ്ങിയാൽ ഹിന്ദു ഭവനങ്ങളിലൊക്കെ രാമായണം വായിക്കും. അത് പണ്ട് മുതലേയുള്ള ശീലമാണ്. എന്തുകൊണ്ടാണ് നാം കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത്? പണ്ടൊക്കെ വലിയ ദാരിദ്ര്യമായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ സമയത്ത് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുപ്പം തോന്നും. നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കും, പ്രത്യേകിച്ച് രാമായണം. അപ്പോൾ എന്തുകൊണ്ടാണ് രാമായണം വായിക്കുന്നത്? യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും വായിക്കാവുന്ന, എന്നാൽ വായിച്ചിരുന്ന ഒരു പുണ്യ പുരാണ കൃതിയാണ് രാമായണം. വാൽമീകിയുടെ രാമായണമാണ് യഥാർത്ഥത്തിൽ രാമായണമായിട്ട് നാം വിശ്വസിച്ചു പോരുന്നത്. വാൽമീകി എഴുതിയ രാമായണം. അതിൽ പച്ച മനുഷ്യനാണ് ശ്രീരാമൻ. ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു. ആ മനുഷ്യൻ അനുഭവിച്ച ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ അതിൽ കാണുന്നു. എന്നാൽ എഴുത്തച്ഛൻ എഴുതിയത് അധ്യാത്മരാമായണമാണ്. ആ അധ്യാത്മരാമായണത്തിൽ അദ്ദേഹം അവതാര പുരുഷനായിട്ടാണ് രാമനെ അംഗീകരിച്ചിട്ടുള്ളത്, ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നാം അധ്യാത്മരാമായണം വായിക്കുന്നത്. അതിൽ ഭഗവാന്റെ പ്രശസ്തി, ഭഗവാന്റെ കീർത്തി, ഭഗവാനെക്കുറിച്ചുള്ള അവദാനങ്ങൾ ഇതൊക്കെ ധാരാളമായി വരുന്ന ഒരു കൃതിയാണ് അധ്യാത്മരാമായണം. അപ്പം ഭഗവാനെക്കുറിച്ചുള്ളതായതുകൊണ്ടാണ് നമ്മൾ രാമായണം, അധ്യാത്മരാമായണം നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം ഈശ്വരഭക്തി, അതുപോലെ തന്നെ പുത്രന് പിതാവിനോടുള്ള ഭക്തി, അതുപോലെ മാതൃഭക്തി, അതുപോലെ സഹോദര സ്നേഹം, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ഒരു രാജാവ്, സത്യത്തിലും ധർമ്മത്തിലും മാത്രം വിശ്വസിക്കുന്ന ഒരു രാജാവ്, അതായത് ശ്രീരാമൻ. അപ്പം അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ സത്യത്തിലും ധർമ്മത്തിലും മാത്രം ചരിക്കുന്ന ഒരു രാജാവ്. അദ്ദേഹം എല്ലാവർക്കും മാതൃകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രാമായണത്തിൽ മനസ്സിലാവും. അതിൽ കൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് രാമായണത്തെക്കുറിച്ച് എത്രമാത്രം അറിയാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഈ രാമായണം യഥാർത്ഥത്തിൽ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ തുടങ്ങുന്നത് തന്നെ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭാര്യയായ ശ്രീ പാർവതിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. മറ്റൊന്നും കൂടിയുണ്ട്, ഇതൊരു കിളിപ്പാട്ട് എന്ന് പറയും. കിളിയെ കൊണ്ട് പറയിക്കുന്ന രീതി. രാമായണം വായിച്ചാൽ നമുക്ക് മുക്തി കിട്ടുമെന്ന് അധ്യാത്മരാമായണം പറയുന്നു. രാമായണത്തിൻ്റെ ഒടുവിൽ രാമായണത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അതിൽ പറയുന്നു, അധ്യയനം ചെയ്യിൽ മർത്യനി ജന്മന മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. മൈത്രീകരം ധന ധാന്യ വൃദ്ധിപ്രദം, ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. ശത്രുനാശം വരും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടാവും. അതുപോലെ തന്നെ ഭക്തിയാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. നമ്മുടെ മനസ്സൊക്കെ വളരെ വൃത്തികെട്ട മനസ്സാണ്. നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് മാലിന്യം കടന്നുകൂടിയിരിക്കുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തരായി തീരും. അതേപോലെ തന്നെ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ധനം ലഭിക്കും, ഐശ്വര്യം ലഭിക്കും. പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. അതുപോലെ തന്നെ പുത്രനെ അർത്ഥിക്കുന്നവർ, കുട്ടികളില്ലാത്തവർ, അവർ തീർച്ചയായിട്ടും ഇത് വായിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നന്മകൾ ഉണ്ടാവും. ആ നന്മയുണ്ടായാൽ അവർക്ക് കുട്ടികളുണ്ടാവും. വിദ്യാഭിലാഷി മഹാബുദ്ധനായി വരും. അതേപോലെ തന്നെ വിദ്യ അർത്ഥിക്കുന്നവർ കൂടുതൽ കൂടുതൽ പഠിച്ച് അവർ മിടുക്കരായി തീരും. വന്ധ്യ യുവതി കേട്ടിടുകൾ നല്ലൊരു സന്തതിയുണ്ടാമാം അവൾക്കെന്നു നിർണയം. അതേപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ നല്ല ചിന്തകൾ ഉണ്ടാവുകയും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നീടും, അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുഃഖങ്ങളെല്ലാം ജയിക്കായി വരും, അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. പിന്നെ നല്ല നല്ല വർത്തമാനം കേട്ടാൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് കൂടുതൽ ആശ്വാസം കിട്ടാതിരിക്കുക?
ഇതിലെ കഥ ധർമ്മത്തിനും സത്യത്തിനും വേണ്ടിയുള്ള ശ്രീരാമൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം, അതേപോലെ തന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സീത, അതേപോലെ ലക്ഷ്മണൻ, അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഭരതൻ, ശത്രുഘ്നൻ, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും, ഹനുമാൻ, നമുക്ക് എപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു കഥാപാത്രമാണ് ഹനുമാൻ. അതുപോലെ തന്നെ നമുക്കറിയാം എത്ര വീരനായിരുന്നു രാവണൻ. ആ രാവണനെ കൊന്ന് രാജ്യവും അതേപോലെ തന്നെ സീതയും വീണ്ടെടുത്തു. ഈ രാവണന്റെ സഹോദരൻ വിഭീഷണൻ, അതുപോലെ തന്നെ ഓരോ കഥാപാത്രം, കുംഭകർണൻ, മേഘനാഥൻ, മണ്ഡോദരി, അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോവുക. ഈ രാമായണം വായിക്കുമ്പോൾ, ആ കഥകളെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അതാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നത്. അത് പ്രത്യേകിച്ചും ഈ കർക്കിടക മാസം പണ്ട് വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു ശീലം നമ്മളിപ്പോഴും തുടരുകയാണ്. നമ്മുടെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സ്, ഇപ്പോൾ ഉള്ളൂർ പറയുന്നുണ്ട്, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ പോലും നമ്മൾ കാണുന്നില്ല, നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ കൂടുതൽ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആധ്യാത്മിക ചിന്ത. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും ആവശ്യമാണ്. ഈശ്വരനെല്ലാം ഒന്ന് എന്ന് വിചാരിക്കുന്നവർ വളരെ കുറവാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിചാരിച്ചാൽ നമ്മുടെ ഇവിടെ യാതൊരു തരത്തിലുള്ള സ്പർദ്ധകളും ഉണ്ടാവില്ല, ആളുകൾ തമ്മിൽ കൊല്ലുകയില്ല. ഇത്തരം പുസ്തകങ്ങൾ, ഇതുപോലെ കൃതികൾ, ഗ്രന്ഥങ്ങൾ ഒക്കെ വായിച്ചാൽ നമ്മുടെ വിദ്യ കൂടും, നമ്മുടെ അറിവ് കൂടും, അങ്ങനെ നമ്മുടെ ജീവിതവും സഫലമാകും.